UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ വിജയപ്രഖ്യാപനത്തിൽ പിറവത്ത് പോത്തിറച്ചിക്കറിയും പിടിയും വിതരണം ചെയ്തു. പിറവം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൽസ് പെരിയപുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സദ്യ ഒരുക്കിയത്. പിറവം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് തയ്യാറാക്കിയ സദ്യ കേരള കോൺഗ്രസ് ജോസഫ് നേതാവ് അപ്പു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ വിജയം പ്രഖ്യാപിച്ചാണ് പിറവത്തിന്റെ തനത് ഭക്ഷണമായ പിടിയും പോത്തിറച്ചിക്കറിയും വിതരണം ചെയ്തത്. കേരള കോൺഗ്രസ് എം പാർട്ടിക്കാരനും പിറവം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജിൽസ് പെരിയപുറമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തന്നെ സ്ഥാനാർത്ഥിയുടെ തോൽവി ആഘോഷിക്കാൻ സദ്യ ഒരുക്കിയത്. ഈ പിറവത്തോട് കാട്ടിയ ഒരു തിരസ്കരണത്തിന് എതിരെയാണ് നമ്മളിത് ഇവിടെ നടത്തപ്പെടുന്നത്. ഒരാൾ 5 വർഷക്കാലം ഒന്നും ചെയ്യാതെ വീണ്ടും അദ്ദേഹത്തെ തന്നെ വീണ്ടും നിർത്തിയ പാർട്ടിയോടുള്ള ആ അവഗണനയും കൂടെ കൂടി ഒരു പ്രതീകമായി നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പിറവം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് തയ്യാറാക്കിയ പന്തലിൽ 2000 പേർക്കോളം സദ്യ വിളമ്പി. ആഹ്ലാദം പ്രകടിപ്പിച്ച് നടത്തിയ സദ്യ കേരള കോൺഗ്രസ് ജോസഫ് നേതാവ് അപ്പു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ സാധാരണക്കാർക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധം ഈ കേരളം മുഴുവൻ മാതൃകയാക്കേണ്ടതാണ്. UDF നേതാക്കളായ വിൽസൺ കെ ജോൺ, രാജു പണാലിക്കൽ, ഷാജു ഇലനിമറ്റം, ജിൽസ് പെരിയപുറം എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം കോട്ടയത്തോടും പിറവത്തോടും ഇവിടെ MP ആയി നമ്മൾ ജയിപ്പിച്ചു വിട്ട, കഷ്ടപ്പെട്ട പോരാത്രം പണിയെടുത്ത് ജയിപ്പിച്ചു വിട്ട ശ്രീ തോമസ് ചാഴിക്കാടൻ മറുകണ്ഠം ചാടുകയും ഈ പ്രദേശത്തോട് വലിയ അവഗണന തുടർന്നു പോരുന്നതിനും ഈ പ്രദേശവാസികൾക്കുള്ള പ്രതിഷേധം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ടും ഇവിടുത്തെ ജനങ്ങളുടെ അമർഷം ഒതുങ്ങുന്നില്ല. ജനകീയ കൂട്ടായ്മ നേതാക്കളായ വർഗീസ് തച്ചിലുകണ്ടം, ബേബിച്ചൻ തോമസ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്